കാര്യങ്ങൾ അയച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ രേണുസുതി വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്നുള്ള രീതിയിൽ അയക്കുന്ന മെസ്സേജുകൾ താങ്കൾ ഇട്ടിട്ടുണ്ടോ? ഉണ്ട്, ഇപ്പം എന്റെ ഫോൺ കേടായിരിക്കാം. മുമ്പ് ഞാൻ ഉണ്ടായിരുന്നു, ലക്ഷ്മി നക്ഷത്രത്തിൽ അയച്ചിട്ടുണ്ടായിരുന്നു. രതീഷിന്റെ ഒരു ഇന്റർവ്യൂ കാണാൻ ഇടയായിട്ടുണ്ടായിരുന്നു. ഈ അടുത്ത സമയത്താണെങ്കിലും രതീഷ് വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. രേണുസുതി സംബന്ധമായിട്ടുള്ള കാര്യവും കൊല്ലം സുധിയുടെ കാര്യങ്ങളും ഒക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ഇതൊക്കെ കാണുമ്പം അവരിപ്പോൾ ഇവിടെ വന്നിട്ട് ഈ വിധവകൾക്ക് ഒരു ഇൻസ്പിറേഷൻ ആയിട്ടൊക്കെ വരുമെന്നൊക്കെ പറയുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നുമില്ല. പുച്ഛം മാത്രമേ ഉള്ളൂ. എന്തായാലും നമുക്ക് അദ്ദേഹത്തിന്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ രേണുസുതിയെ കുറിച്ച് സംസാരിക്കുന്നതും കൊല്ലം സുധിക്ക് കൊടുക്കുന്നതിന്റെ വില എന്താണെന്നൊക്കെ ഒന്ന് കേട്ടിട്ട് വരാം. അപ്പോൾ അവരുടെ അച്ഛൻ വിളിക്കാറുണ്ട്, അമ്മ വിളിക്കാറുണ്ട്. ഇത് പണം ആവശ്യപ്പെട്ടുള്ള വിളിയാണോ അതൊരു നോർമൽ ആയിട്ടുള്ള ഫോൺ കോളുകളാണ്? നോർമലായിട്ടുള്ള കോൾ എന്ന് വെച്ചാൽ അച്ഛനെ വിളിക്കാൻ നോർമലായിട്ട് വിളിക്കുന്നത്, രേണുവിനെ വിളിക്കുന്നത് പൈസ ആവശ്യപ്പെട്ടാണ് വിളിക്കുന്നത്. പൈസയ്ക്ക് ആവശ്യം മാത്രമേ ഇങ്ങനെ വിളിക്കാറുള്ളൂ. പൈസ ആവശ്യപ്പെട്ട് മാത്രമേ വിളിക്കാറുള്ളൂ. ശരിക്കും കടമായിട്ട് പൈസ ചോദിക്കണോ അതോ ഒരു സഹായം എന്നുള്ള രീതിയിലാണോ? മുമ്പ് റിട്ടേൺ തരാമെന്നൊക്കെ പറഞ്ഞ് മേടിക്കുന്ന വിളിക്കറിയാണ്. പിന്നെ കുറച്ച് വന്നപ്പോൾ ഈ സുധിയേട്ടനെ വീട്ടിൽ പോയതല്ലേ, വീട്ടിൽ ചെന്നപ്പോഴേ സുധിയേട്ടൻ്റെ ഓർമ്മ പാടില്ല. സുധിയേട്ടൻ അത് ഇറിറ്റേഷനാണ് എങ്ങനെ പുള്ളിക്കറിയും. പിന്നെ ഞാൻ ഒരിക്കൽ സുധിയേട്ടൻ്റെ ഫോട്ടോ ചെയ്ത് കൊടുത്തായിരുന്നു, എങ്ങനെ കല്യാണ ഫോട്ടോ ആയിട്ട്. അപ്പോൾ പുള്ളിക്കാരി അത് ഇഷ്ടപ്പെട്ടില്ല. സുധിയേട്ടനെ ഇഷ്ടമല്ല, അത് സുധിയേട്ടൻ്റെ ഫോട്ടോ എനിക്ക് കാണുന്നത് ഇഷ്ടമല്ല. എന്നാൽ അതിൻ്റെ ഒരു കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഒരു യൂട്യൂബിൽ ഒരു മീഡിയയിൽ വരികയാണ്, സുധിയേട്ടൻ ഇതാണ്, സുധിയേട്ടല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല, സുധിന്റെ ഓർമ്മ മൊത്തം വരിക പറഞ്ഞാൽ അറിയാം. അപ്പം അതിനെ താഴെ എഴുതിയിട്ടായിരുന്നു ഈ പറഞ്ഞ മൊത്തം കള്ളണം, ഇവള് ഉടായ്പാണെന്ന് എഴുതിയത്. ഇതിനെയും തൂക്കിക്കൊണ്ട് ഇവിടെ കോട്ടയം പോലീസ് സ്റ്റേഷനിൽ പോയി. അവിടെ സ്റ്റേഷൻ്റെ പേര് മറന്നുപോയി. അവിടെ കൊണ്ട് പരാതി കിട്ടും. അങ്ങനെ SI വിളിക്കുന്നു, CA വിളിക്കുന്നു, വനിതാ പോലീസ് വിളിക്കുന്നു. ഒരു ദിവസം ഉള്ളത് എന്നെ ഒരു 3 ദിവസം തന്നെ അവർ വിളിക്കുന്നു വരാൻ വേണ്ടി. ഞാൻ അങ്ങനെ എന്താ പറയുന്നത് ചോദിച്ചു. അതിന് കംപ്ലൈന്റ് കിട്ടി. അപ്പൊ കംപ്ലൈന്റ് നിങ്ങൾ കസ്റ്റമർ എന്റെ സ്റ്റേഷനകത്ത് അറിയിക്കാൻ പറഞ്ഞു. അത് വേണ്ട, വളരെ പറ്റുള്ളൂ പറഞ്ഞ് തീർക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ എന്റെ പറഞ്ഞു തീർക്കാൻ ഞാൻ നമ്മളെ കുടുംബശ്രീയല്ലോ നമ്മൾ വിളിച്ചത്. ഞാനും അവരുടെ ബന്ധം ഞാനെല്ലാം കഴിച്ചത്, സുധീറെല്ലാം കഴിച്ചത്. അപ്പോൾ ചേച്ചിക്ക് പണ്ടേ ഉള്ളൊരു സോക്കേടാണ് കേസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. എനിക്ക് തോന്നുന്നു ആദ്യം കൊടുത്ത കേസ് ഇദ്ദേഹത്തിന്റെ പേരിലാണെന്ന് തോന്നുന്നു. പിന്നീടാണ് നമ്മുടെ അതുലിന്റെ പേരിലും ഈ പറയുന്ന രേണുവിന്റെ ചേച്ചി എന്റെ പേരിലും കൊണ്ട് കേസൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, ഞങ്ങളുടെ പിന്നെ അറിയാലോ അവന്റെ എഫ്ഐആർ ഇട്ട് എന്റെ പിന്നെ അത് അവിടെ തന്നെ ഒരു 3-4 മിനിറ്റ് കൂടി സംസാരിച്ചപ്പോൾ തന്നെ അവിടെ സോൾവ് ആയി വിട്ടു. അത് അത്രമാത്രമുള്ള കാര്യങ്ങൾ മാത്രമുള്ള. ഞാൻ അദ്ദേഹത്തിനെ ബഹുമാനിക്കുന്നുണ്ട്, പറയുന്നത് രമ്യ ചേച്ചിന്റെ ഹസ്ബൻഡിനെ. അദ്ദേഹം കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പം നമ്മൾ ആ ഒരു മര്യാദ കൊടുക്കണം. അത് സാറും സംസാരിച്ചു, ഈ പറയുന്ന അതുലും. അപ്പോൾ ഞങ്ങൾ അത് ആ ഒരു രീതിയിലാണ് എടുത്തത്. ഓക്കെ, ഇപ്പോൾ ഇദ്ദേഹം പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം പോയി കമന്റ് ഇട്ടായിരുന്നു, ഇത് ഉടായ്പാണെന്നുള്ള രീതിയിലാണ്. അതിനുള്ള കാര്യം തന്നെയല്ലേ ഒന്ന് ആലോചിച്ച് നോക്കിയേ. മറ്റുള്ളവരുടെ അടുത്ത് ഈ പറയുന്ന സുധിയെ കുറിച്ച് കുറ്റങ്ങളും ഇതും മറ്റേതും മറിച്ചതും എല്ലാം പറഞ്ഞിട്ട് ഈ യൂട്യൂബിലും അവിടെ ഇവിടെയൊക്കെ വന്നിട്ട് വാഴ്ത്തിപ്പാടുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എന്നിട്ട് ഇപ്പോൾ ഷോയ്ക്കകത്ത് വന്നിട്ട് വിധവകൾക്ക് വേണ്ടി വന്നതെന്ന് പറയുമ്പോൾ ഒറ്റയ്ക്ക് ഒരു പെണ്ണ് ജീവിക്കുന്നതിനെ കുറിച്ചൊക്കെ അവർ സംസാരിക്കുന്നത്. കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ട് ഒരു പെണ്ണുങ്ങൾ കിടന്ന് ആരും ഇതൊക്കെ പറഞ്ഞു കൊടുത്തത്? ജിൻഡോയാണോ അതോ രജിത് സാറാണോ? ബിഗ് ബോസിൽ പോയിട്ട് ഇങ്ങനെയൊക്കെ ഇറക്കാനാ? എനിക്കറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കാൻ തോന്നുന്നു. ഇവരൊക്കെയാണോ ഇനി പറഞ്ഞു കൊടുത്തതുള്ള ഐഡിയസൊക്കെ? സമ്മതിക്കണം. എന്തായാലും അവർ നല്ല രീതിയിൽ തന്നെ ഇന്നലെ തന്നെ എല്ലാവർക്കും മനസ്സിലാക്കണം ആ PR വർക്ക്. ഞാൻ ഈ ആഴ്ചയിൽ ഇന്ന പോലെ വിഷനെ വന്നു, അത് വന്നു, മറ്റേത് വന്നു, ആ ചിരിച്ചുകൊണ്ടുള്ള മുഖവും കാര്യങ്ങളൊക്കെ ഒന്ന് കാണണമായിരുന്നു അവരുടെ. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ പല നടികരെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതൊക്കെ മനസ്സിലാക്കാത്ത കുറെ വീട്ടമ്മമാരും ഉണ്ട്, കുറെ മണ്ടബുദ്ധികളും ഉണ്ട്. അങ്ങനെ ചെയ്ത അറിയണം ഈ പുള്ളിക്കാരി ചെയ്യുന്നത് ഉടായ്പിന്റെ ഇതാണെന്ന് അറിയണം. ഒരാളെ ഇഷ്ടമില്ലെന്ന് പറഞ്ഞ ഒരാളെ പിന്നെ വേറെ മീഡിയയിൽ മുമ്പ് ഇഷ്ടമെന്ന് പറയുന്നത് മോശമല്ലേ? അതായത് കൊല്ലം സുധി എന്ന് പറഞ്ഞ വ്യക്തിയോട് രേണുസുതിക്ക് യാതൊരുവിധ താല്പര്യമില്ലായിരുന്നു. പിന്നെ രേണുവിന്റെ ഇൻസ്റ്റാഗ്രാം നോക്കിയാൽ പുള്ളിക്കാരി ഏറ്റവും ഉള്ളത് ജെൻസാണ് ഏറ്റവും ഉള്ളത്. പിന്നെ വേറൊരു പയ്യന്റെ ഫോട്ടോ അയച്ചിരുന്നായിരുന്നു, ഒരു താടി വെച്ചൊരു പയ്യന്റെ ഫോട്ടോ അയച്ച അപ്പൊ തന്നെ ഫോട്ടോ ഇല്ലായി പോവുകയും ചെയ്തു കളയും. ആ പയ്യന്റെ ഇഷ്ടമായിരുന്നു പറഞ്ഞത്. നല്ലതാ. ചില എല്ലാവരും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല, ചില ആൾക്കാരുകളുണ്ട് നമ്മുടെ അടുത്ത് ഭയങ്കര സ്നേഹം കാണിക്കും, അതുപോലെ തന്നെ അപ്പുറത്തെ ആൾക്കാരുടെ അടുത്തും കാണിക്കും. അവരുടെ അടുത്ത് നമ്മുടെ കുറ്റങ്ങളായിരിക്കും കിടന്ന് പറയുകയൊക്കെ ചെയ്യുന്നത്, ഭയങ്കര കുറ്റങ്ങളായിരിക്കും പറയുന്നത്. പക്ഷെ നമ്മളെ വേണം, നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട് അതെല്ലാം വേണം നമ്മളോട്. ഓക്കെ, എന്തും തുറന്ന് പറയാം, അല്ലെങ്കിൽ ഇന്ന സാധനം വേണം, അല്ലെങ്കിൽ അത് വേണം, ഇത് വേണം, മറ്റേത് വേണം, മറിച്ച് എല്ലാം നമ്മുടെ ഒരു സൈഡിൽ കൂടെ ഉള്ള ആനുകൂല്യങ്ങളെല്ലാം പറ്റിക്കൊണ്ടിരിക്കും. പക്ഷെ അപ്പുറത്തെ സൈഡിൽ ചെന്നിട്ടോ കുറ്റങ്ങളും പറയും. എന്നിട്ട് അവിടെ ചെന്നിട്ട് സെന്റിമെന്റ്സ് പഠിക്കുക, എന്നെ കൂട്ടാവോ, അങ്ങനെയാണ് പറ്റാണോ എന്നൊക്കെ ചോദിക്കുന്ന കുറേ ടീംസുകളുണ്ട്. ആ ഗണത്തിൽ വേണമെങ്കിൽ പെടുത്താം. അതിപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ട്. വൈഫിന്റെ കല്യാണം കഴിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വന്ന സമയത്ത് പിന്നെ നമ്മൾ കുറച്ച് അതൊക്കെ നീട്ടിപ്പോയില്ല. ഞാൻ മറ്റൊരു കാര്യം ചോദിക്കണം. താങ്കൾ പറയുന്നു കല്യാണം കഴിക്കാൻ രേണുസുതി താങ്കളോട് ആവശ്യപ്പെട്ടെന്ന് പറഞ്ഞു. അതേ രേണുസുതി തന്നെ പറഞ്ഞിട്ടുണ്ട്, താങ്കളോട് പറഞ്ഞിട്ടുണ്ട് കൊല്ലം സുധി എന്ന വ്യക്തിയോട് അവർക്ക് വലിയ താല്പര്യം. അപ്പൊ അങ്ങനെ താല്പര്യമില്ലാത്ത അതേ മുഖ്യമായുള്ള താങ്കളോട് അങ്ങനെ ഒരു അഭ്യർത്ഥന നടത്തേണ്ട കാര്യം ഉണ്ടായിരിക്കും? അല്ല, നമ്മൾ അത്ര ഒരു ബന്ധം അവരുടെ കുടുംബത്തോട് നമുക്ക് ഉണ്ടായിരുന്നു. മോൻ വിളിക്കുന്നു, അവരുടെ അച്ഛനെ വലിയ കാര്യമായിരുന്നു, അമ്മ വലിയ കണ്ടപ്പോൾ കരച്ചിലും കാര്യമായിരുന്നു, മോൻ കരഞ്ഞു. അങ്ങനെയുള്ള ഒരു ഇതായിരുന്നു. നമ്മൾ പൈസ അയച്ചു കൊടുക്കുന്നു. പിന്നെ പുള്ളിക്കാരി ഇവിടെ പോകുമ്പോഴും നമ്മളെ അറിയിക്കുകയൊക്കെ ചെയ്യുകയുണ്ടായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ സൗഹൃദം ഉണ്ടായി, അത് താങ്കളുടെ വൈഫിനും അറിയാമായിരുന്നു? രേണുസുതി ഇങ്ങനെ വിവാഹ അഭ്യർത്ഥന നടത്തിയ വിഷയങ്ങളെ കുറിച്ചൊക്കെ അറിയാം. അവരുടെ പ്രതികരണം എങ്ങനെയായിരുന്നു? അല്ല, പുള്ളിക്കാരി ചിരിക്കാൻ പുള്ളിക്കാരി പറയാം പുള്ളിക്കാരി ഓരോ പോകുന്നത് കാണുമ്പോൾ പുള്ളിക്കാരി ഇഷ്ടമില്ല, സത്യമായ വൈഫിന് ഇഷ്ടമല്ലേ പുള്ളിക്കാരി.
ഇന്നലെ വരെ എൻ്റെ വൈഫ് വിളിച്ച് പറയുന്നത് എന്റെ കാമുകയാണെന്ന് ഇതൊക്കെ കാണുമ്പോൾ അതാണ് മീഡിയയിൽ നമ്മൾ മുമ്പ് വരാത്തത് കാര്യം. പണ്ടേ തട്ടിയെടുക്കുന്ന പരിപാടി ഉണ്ടായിരുന്നല്ലേ. നല്ലതാ. ഇടയ്ക്ക് ആരോ വന്നിട്ട് എൻ്റെ ഹസ്ബൻഡിനെ തട്ടിയെടുത്തു എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നു, അതായത് സുധീനെ. പക്ഷേ എനിക്ക് തോന്നി ഇനി ഇവനും കൂടെ വല്ല കണക്ഷൻസ് വല്ലതും ഉണ്ടോ? എവിടെ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലെ. ഓക്കെ, അതും പറയാൻ പറ്റത്തില്ല. ഇപ്പം നമ്മൾ ഇപ്പോൾ ഒരാൾ ഞാൻ ഉദ്ദേശിച്ച ആരാന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. നേരത്തെ ഒരു സ്ത്രീ വന്നിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അവരെ ഒട്ടും വിശ്വാസമില്ല. അത് പല കാര്യങ്ങളുണ്ട്, നമുക്ക് പേഴ്സണൽ അറിയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് മാത്രമാണ് എനിക്ക് അവരെ വിശ്വാസമില്ലാത്തതെന്ന് പറഞ്ഞത്. ഇനി ഇവനും കൂടെ തന്നെ കണക്ഷൻ ഉണ്ടെന്നും പറയാൻ പറ്റില്ല. ഇതൊന്ന് അന്വേഷിച്ച് നോക്കിയപ്പം അത്യാവശ്യം പറഞ്ഞ കാര്യങ്ങളെല്ലാം മുക്കാലും സത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ. എന്നാലും നമ്മുടെ സംശയങ്ങൾ അങ്ങനെ തെറ്റാറില്ല ചില സമയത്ത്. എന്തായാലും ചേച്ചിയെക്കുറിച്ച് എന്തായാലും നല്ല അഭിപ്രായം വന്നിപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. പിന്നെ ഒരു വീഡിയോ കൂടെ ഞാൻ വെച്ച് തരാം. രേണു എന്ന് പറഞ്ഞ വ്യക്തി പലപ്പോഴായിട്ട് താങ്കളുടെ ലൈഫിൽ ഇപ്പോൾ വിവാഹ അഭ്യർത്ഥന നടത്തുന്നു. പക്ഷേ എന്ന് വെച്ചാൽ എല്ലാം തിരിച്ചാണ് രേണു പലയിടത്തും പറയുന്നത്. അതങ്ങനെ പറയുന്നത് പുള്ളിക്കാരി തിരിച്ചാണ് പറയുന്നത്. താജിക്കയുടെ പറഞ്ഞെന്ന് പുള്ളിക്കാരി ശല്യം ചെയ്യുന്നതൊക്കെ പറയുന്നത്. അപ്പൊ അതിന്റെ തെളിവ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. മെസ്സേജ് സ്ക്രീൻഷോട്ട് കാര്യങ്ങൾ അയച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ രേണു സുധി വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്നുള്ള രീതിയിൽ അയക്കുന്ന മെസ്സേജുകൾ താങ്കൾ പെട്ടുണ്ടോ? ഉണ്ടത് ഇപ്പം എന്റെ ഫോൺ കേടായിരിക്കും. മുമ്പ് ഞാൻ ഉണ്ടായിരുന്നു ലക്ഷ്മി നക്ഷത്രത്തിൽ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു അവരുടെ ഒരു ഇതിനകത്തുള്ളൊരു ലക്ഷ്മി നക്ഷത്രമാണ് പുള്ളിക്കാരിക്ക് ഇതിലേക്ക് ഉൾപ്പെടുന്നു പറഞ്ഞായിരുന്നു പുള്ളിക്കാരി. അല്ല, അങ്ങനെയല്ല. ഇപ്പൊ അവരാണ് രേണു സുധി എന്ന് പറഞ്ഞ വ്യക്തി കൊല്ലം സുധിയുടെ മരണശേഷം ഒരു വീട്ടിൽ മാത്രം ഇരുന്നൊരു വ്യക്തിയെ പൊതുസമൂഹത്തിലേക്ക് എത്തിച്ച ഒരു വ്യക്തി എന്ന് വെച്ചാൽ ലക്ഷ്മി നക്ഷത്രമാണ്. അവർ കുറച്ച് റീച്ചിട്ടാ ചെയ്തതല്ലേ, അവരെ മീഡിയക്ക് റീച്ചിട്ടാ ചെയ്തതല്ലേ ലക്ഷ്മി നക്ഷത്രം. പുള്ളിക്കാരിക്ക് എന്നെ അറിയാമല്ലോ, പുള്ളിക്കാരി എന്തുകൊണ്ട് എന്നെ പറഞ്ഞില്ല, എന്നെ അറിയാമല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള നിരവധി സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും ഇങ്ങനെ വിഷയങ്ങൾ വരുമ്പോൾ എന്നെ ഉൾപ്പെടുത്തരുത്, എന്നെ ഒഴിവാക്കി തരണം എന്ന് പറയുന്നതിലൊരു ന്യായമില്ലാത്ത കാര്യമായിട്ട് തോന്നുന്നുണ്ട്. അതിലപ്പോൾ അവർക്കറിയാം ഇതിലെന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഇടയിൽ ഇവർ വരുമെന്ന് അവർക്കറിയാം. പുള്ളി പറഞ്ഞ കറക്റ്റ് കാര്യമാണ് ആ ഒരു കാര്യം. എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ലക്ഷ്മി നക്ഷത്ര അറിയാലോ. ഈ പറഞ്ഞ രേണു സുധിയെ രംഗത്ത് കൊണ്ടുവരുന്ന അവർക്ക് പെർഫ്യൂമും അതും ഇതും മറ്റേതും മറിച്ചത് ഇല്ലാത്ത എല്ലാ കാര്യങ്ങളും ഇത് കാണുമ്പോൾ നമുക്ക് ഒരുപാട് വിഷമങ്ങൾ വരുമായിരുന്നു. ഇത്രയൊക്കെ അവർക്ക് വേണ്ടി ചെയ്യുന്നുണ്ടല്ലോ, ആ പാവം പിടിച്ച സ്ത്രീ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ട് ലക്ഷ്മിപ്രിയ വലിഞ്ഞു നൈസായിട്ട് ഈ പറയുന്ന ഇദ്ദേഹം എല്ലാ കാര്യങ്ങളും ലക്ഷ്മി നക്ഷത്രയ്ക്ക് അയച്ചും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. എൻ്റെ സുധിച്ചേട്ടൻ 100 വട്ടം കിടന്ന് പറയുന്നതുകൊണ്ടൊന്നും എനിക്ക് യോജിപ്പ് അന്നും ഇന്നും ഇല്ല. ഞങ്ങളൊക്കെ ഒരേ സ്റ്റാൻഡിൽ നിന്ന് സംസാരിച്ച കാര്യങ്ങളാണ് ഇപ്പം ഇദ്ദേഹം വന്നിട്ട് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇദ്ദേഹത്തിനോട് പറയാമോ? ഞാൻ കൂടുതലൊന്നും പറയത്തില്ല, എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം. അതൊന്നും ഇവിടെ മീഡിയയിലൊന്നും വന്നിട്ടൊന്നുമില്ല. നമുക്ക് അതൊക്കെ ഇറങ്ങി വെച്ചുകൊണ്ട് ഒരാളെ വെളുപ്പിക്കാനൊന്നും പറ്റൂല, ഒന്നും പറ്റൂല. പിന്നെ ചില നാറികൾ കൂട്ടങ്ങളുണ്ട്, ചില അപ്പം കാണുന്നവനെ അപ്പാന്ന് പറഞ്ഞ് മാറ്റി വിടുന്ന ചില ഹലോ ഗൈസ് വണക്കം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ എണ്ണം വരുന്നുണ്ട്. നാണം കെട്ട നാറി. ഇവനെ പോലുള്ളവന്മാരെ ആയിരിക്കും. ഇവനെയൊക്കെ പിന്നെ വാഴ്ത്തിപ്പാടാൻ ഒരുപാട് ആൾക്കാരുണ്ട്, ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എന്തായാലും ലക്ഷ്മി നക്ഷത്രം എന്താണ് നൈസായിട്ട് മുങ്ങിയെന്ന് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കൊക്കെ പുള്ളിക്ക് ഒട്ടും റീച്ച് ഇല്ലാത്ത സമയത്താണ് ഇടയ്ക്ക് രേണു സുധി ക്വസ്റ്റ്യൻ കൊടുത്തപ്പോൾ തന്നെ ആ വ്യൂ അടിച്ചു കയറി. ഇപ്പം രേണു ആണെന്ന് തോന്നുന്നു അവർക്ക് റീച്ച് കൊടുക്കുന്നത്. അത് അങ്ങനെ ഒരു സാധനം. ഓക്കെ, എന്തായാലും ജനങ്ങൾ മനസ്സിലാക്കുക കുറേ കാര്യങ്ങളൊക്കെ. നിനക്കൊന്നും വേറെ പണിയില്ലെന്ന് പറയുന്നവരടുത്ത് എനിക്കൊരു പണിയില്ല, ഇതൊക്കെ തന്നെ പണി. പിന്നെ നമ്മളെ വന്നിട്ട് തെറി വിളിക്കുന്നവരോട് എന്താ ഞാൻ പറയണ്ടേ? എടാ, ഞാനിത് നാണവും മാനവും ഇല്ലാതാണ് ഈ വീഡിയോ ഇടുന്നത് നിങ്ങൾ പറയുന്നുണ്ട്. എന്നെ വന്നിട്ട് അതിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഇതെല്ലാം കണ്ടിട്ടിരുന്ന് തെറി വിളിക്കുന്നത് നിന്നെയൊക്കെ എന്തിട്ട് വിളിക്കണം? അല്ലേ? ആ സമയം കൊണ്ട് എന്താ പറയണ്ടേ, വല്ല കപ്പയോ എന്തെങ്കിലുമൊക്കെ പോയി ഗുണമെങ്കിലും ഉണ്ടാവും. നമ്മൾ വാഴയാന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്തിട്ട് കാണിക്കും. കമന്റ് ഇടുന്നവരോടെ ഞാൻ പറയുന്നത്. പിന്നെ നീ കിട്ടാൻ എനിക്ക് അറിയണം, അത്രേ പറയുന്നുള്ളൂ. ബൈ, ലവ് യു ഓൾ.